സംഘപരിവാറിനെ പിന്തുണച്ചാലും പ്രശ്നമില്ല, സംഘപരിവാർ വളർന്നാലും പ്രശ്നമില്ല, കേരളത്തിലെ CPM തകർന്നാൽ മതി, ഇടതുപക്ഷം ഇല്ലാതായി മതി എന്ന നിലപാടാണ് കോൺഗ്രസിനും ലീഗിനും. മാധ്യമപ്രവർത്തകർ, അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികൾ വിധിയെഴുതി ലോകത്ത് ചെങ്കൊടി പിടിക്കാൻ ഇനി കൈകൾ ഉണ്ടാവില്ല, ഇൻകുലാബ് വിളിക്കാൻ നാക്കുകൾ ഉണ്ടാവില്ല, ഇനി ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ലോകത്തുണ്ടാവില്ല എന്ന് വിധിയെഴുതി. 1991 സോവിയറ്റ് റഷ്യയുടെ തകർച്ചയോടുകൂടി ലോകത്തെ മനുഷ്യത്വത്തെ, ലോകത്തെ കമ്മ്യൂണിസത്തെ, മാർക്സിസത്തെ ഞങ്ങൾ കുഴിച്ചുമൂടി എന്ന പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പലതും ചെങ്കൊടി ഉപേക്ഷിച്ചു, പലരും നിരാശയിലാണ്ടു. മനുഷ്യപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ കാതലായ സമീപനങ്ങൾ സ്വീകരിച്ച ഉത്തമ ഉദാഹരണമായ വയലാർ എഴുതിയ ഈ കേരളത്തിലുള്ള മനുഷ്യരെല്ലാം വീണ്ടും വീണ്ടും ഓർത്തെടുത്ത സോവിയറ്റ് റഷ്യയുടെ ഏറ്റവും സമത്വസുന്ദരമായ ലോകവിഭാവനം ചെയ്തിട്ടുള്ള രാഷ്ട്രസങ്കല്പത്തെ അമേരിക്കൻ സാമ്രാജ്യത്വം തകർത്തു. അന്ന് ലോകത്തെമ്പാടുമുള്ള വലതുപക്ഷ ശക്തികളുടെ പ്രചരണം, പ്രചണ്ഡമായ പ്രചരണം ഇങ്ങനെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകർന്നു, ചെങ്കൊടിയില്ലാതായി. ഒരുപക്ഷെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ പലരും അത് വിശ്വസിച്ചും പോകുന്നു. എന്നാൽ സോവിയറ്റ് റഷ്യയുടെ തകർച്ചയിൽ നിരാശയാവാതെ ലോകത്ത് മാർക്സിസത്തിനും ഇടതുപക്ഷത്തിനും അവർ മുന്നോട്ട് വെക്കുന്ന മാനവീയ ദർശനങ്ങൾക്കും സ്ഥാനമുണ്ടെന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനങ്ങളും ലക്ഷോപലക്ഷം മനുഷ്യരുടെ തലച്ചോറുകളിലെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ ഭാഗമായി അത് തുടർച്ചയിലും ഉയർന്നു വരുമെന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനമായിരുന്നു 1994 വലതുപക്ഷത്തിന്റെ മുന്നിൽ ജീവൻ കൊടുത്തും 5 മനുഷ്യർ മരിച്ചു വീണും വീണ്ടും പ്രഖ്യാപിച്ചു ഇൻകുലാബ് സിന്ദാബാദ്, DYFI സിന്ദാബാദ് എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനം സോവിയറ്റ് റഷ്യയുടെ തകർച്ചയുടെ 3ാമത്തെ വർഷത്തിൽ ഉയർന്ന പേരിയായി ഇന്ത്യയുടെ ഒരു കൊച്ചു സംസ്ഥാനത്തിൽ, കേരളത്തിൽ, കൂത്തുപറമ്പിൽ ഉയർന്നു വന്നു. നോക്കൂ, ലോകത്തെമ്പാടുമുള്ള ഇടതുപക്ഷം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ്, 90കളുടെ തുടർച്ചയിലാണ് ഇത് സംഭവിക്കുന്നത്. 90കളുടെ ആദ്യഘട്ടത്തിൽ ലോകത്തെമ്പാടും വലതുപക്ഷം പൂർണ്ണമായും കീഴടക്കാൻ, വലതുപക്ഷം സാധാരണക്കാരുടെ ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, വെള്ളം, സേവന സാമഗ്രികൾ ഒരു സർക്കാർ ഒരു ജനതയ്ക്ക് ചെയ്യേണ്ടതൊക്കെ അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനങ്ങളുമായി ജനങ്ങളിൽ നിന്ന് പിൻവാങ്ങി കോർപ്പറേറ്റുകളെ വളർത്തിയെടുക്കാനുള്ള നയങ്ങൾ രൂപീകരിക്കുന്ന ഘട്ടമായിരുന്നു 1990കളുടെ തുടർച്ച, ഒരുപക്ഷെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ തുടരുന്നത്. ആ തുടർച്ചയിൽ ലോകത്തെമ്പാടും കോർപ്പറേറ്റ് വൽക്കരണത്തിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായി. ഇന്ത്യയിൽ പോലും 1999 ആകുമ്പോഴേക്ക് പുതിയ സാമ്പത്തിക നയം അവതരിപ്പിക്കപ്പെട്ടു. പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി നവ ഉദാരവൽക്കരണം സംഘടിപ്പിച്ചു. നവ ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഇന്ത്യ ഉൾപ്പെടെയുള്ള 3ാം ലോക രാജ്യങ്ങളിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനങ്ങൾ ഉണ്ടായി, പുതിയ നയങ്ങൾ ഉണ്ടായി, ആസിയാൻ കരാർ ഉണ്ടായി. അങ്ങനെ വ്യത്യസ്ത തോതിൽ ഈ രാജ്യത്തെ വികസിത രാജ്യങ്ങളുടെ, മുതലാളിത്ത രാജ്യങ്ങളുടെ ആശ്രിത രാജ്യമാക്കാൻ, അവരുടെ കോളനി രാജ്യമാക്കാൻ, ഒരുപക്ഷെ കൊളോണിയൽ വൽക്കരണം 1857 1ാം സ്വാതന്ത്ര്യ സമരം തൊട്ട് 1947 വരെയുള്ള സുദീർഘമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടർച്ചയിൽ നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ, രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ, അത് മുതലാളിത്തം മറ്റൊരു രൂപത്തിൽ 1990കളിൽ കീഴ്പ്പെടുത്താൻ തുടങ്ങി. ആ 1990കളിൽ കീഴ്പ്പെടുത്താൻ തുടങ്ങിയ ഘട്ടത്തിലാണ് ഐതിഹാസികമായ സമരത്തിന് ഈ ഇന്ത്യയിലെ, ഈ കേരളത്തിലെ DYFI കൂത്തുപറമ്പിൽ നേതൃത്വം കൊടുത്തത്. ആ സമരം കേവലപരമായിട്ടുള്ള ഒരു സമരമായിരുന്നില്ല. അത് കണ്ണൂരിലോ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. അത് ഭൂഗോളത്തെ ത്രസിപ്പിച്ച സമരമാണ്. സോവിയറ്റ് റഷ്യയുടെ പതനത്തിലും ലോകത്തോട് വിളിച്ചു പറഞ്ഞ സമരമാണ്. ലോകത്തിന്റെ മുന്നിൽ ചെങ്കൊടിക്ക് പതനമില്ല, നമ്മൾ വിളിച്ച മുദ്രാവാക്യത്തിനും മരണമില്ലെന്ന പ്രഖ്യാപനം നടത്തിയ സമരത്തിന്റെ പേരാണ് കൂത്തുപറമ്പ് സമരം. ആ കൂത്തുപറമ്പ് സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തിരുന്നത് കേവലപരമായി ഏതെങ്കിലും രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല. രാഷ്ട്രീയ കാരണം എന്നുള്ളത്, നമ്മൾ മുന്നോട്ട് വെച്ച ആവശ്യം എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വിദ്യാഭ്യാസ സ്വപ്നമായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന സഹകരണ മേഖലയിൽ സർക്കാർ ഫണ്ടോടുകൂടി ആരംഭിച്ച കോളേജ് കെ കരുണാകരനും എം വി രാഘവന്റെയും ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ
സ്വന്തം പേരിൽ മാറ്റി എഴുതാൻ തീരുമാനിക്കുകയും അത് മാറ്റി എഴുതി അതിനെ തുടർന്ന് തുടങ്ങിയ സമരം, ആ സമരത്തിന്റെ തുടർച്ചയിൽ ജില്ലാ ബാങ്ക് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അഴിമതി നടത്തിയതിന്റെ ഭാഗമായിട്ടുള്ള പുതിയ തെളിവുകൾ പുറത്തു വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ആരംഭിച്ച സമരമായിരുന്നു ഈ പ്രസ്തുത സമരം. ഈ പ്രസ്തുത സമരം പിന്നീട് കൂത്തുപറമ്പിലേക്ക് വ്യാപിപ്പിക്കാനുണ്ടായിരുന്ന കാരണം, കൂത്തുപറമ്പ് റൂറൽ ബാങ്കിന്റെ ഒരു സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിച്ചേർന്നിരുന്ന MP രാഘവനും അതിനെ തുടർന്ന് എത്തുമായിരുന്ന മറ്റു മന്ത്രിമാരെയും തടയുക, അതുമായി ബന്ധപ്പെട്ട് സമരം സംഘടിപ്പിക്കുക, സമാധാനപൂർവമായി പ്രതിഷേധം സംഘടിപ്പിക്കുക എന്ന തീരുമാനമായിരുന്നു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്തിരുന്നത്. അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ മുഴുവൻ നേതാക്കന്മാരും അന്ന് അവിടെ പങ്കെടുത്തിരുന്നു. അന്നത്തെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും ഇന്ന് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ സഖാവ് M സുരേന്ദ്രൻ, അന്നത്തെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ജയരാജൻ, അതിന്റെ തുടർച്ചയിൽ അവിടെ പങ്കെടുത്തിരുന്ന സഖാവ് KK രാജീവൻ, ഡിവൈഎഫ്ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ്, അങ്ങനെ തുടർച്ചയിൽ ഒട്ടനവധി സഖാക്കൾ ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്തിരുന്ന മുഴുവൻ മനുഷ്യരും അവിടെ സ്വാഭാവികമായും ഈ സമരാവാസ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ആവശ്യത്തെ മുൻനിർത്തിയായിരുന്നു അതിന്റെ പോരാട്ടങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്തത്. ഒരുപക്ഷെ ഭൂമുഖത്ത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യഹത്യക്ക് അവിടെ നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസും അതിന്റെ സംഘവും മുന്നേ തീരുമാനിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത്രയേറെ സമാധാനകാംക്ഷികളോടുകൂടി സമരം നടത്തിയിരുന്ന ആ ഘട്ടത്തിലാണ് അവിടത്തേക്ക് യാതൊരുവിധ പ്രകോപനവുമില്ലാതെ പോലീസ് വെടിവെച്ചു തുടങ്ങുന്നത്. ആ വെടിവെച്ച് തുടങ്ങുമ്പോഴാണ് 5 മനുഷ്യരുടെ മരണത്തിലേക്ക്, ഒരു മനുഷ്യന്റെ 30 വർഷത്തെ ജീവിതം ശയ്യാവലംബിയായി കിടക്കയിൽ അനങ്ങാൻ കഴിയാതെ ചലനമറ്റ ശരീരമായി ഒരു മനുഷ്യന്റെ ജീവിതത്തെ തളർത്തിയിട്ടത് ഈ ഭരണകൂടങ്ങളുടെ ഈ തെറ്റായ നയസമീപനങ്ങളുടെ ഈ കിരാതമായ രാഷ്ട്രീയത്തിന്റെ തുറന്നു കാണിക്കലിനായി നമ്മൾ നടത്തിയ ഒട്ടനവധി പോരാട്ടത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് കൂത്തുപറമ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ അന്തർദേശീയ പശ്ചാത്തലം കൂത്തുപറമ്പിന് സമ്മാനിക്കപ്പെട്ടതും ലോകത്തെമ്പാടും ഇടതുപക്ഷത്തെ കുഴിച്ചുമൂടി എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഇടയിലേക്കാണ് അവിടെ സമരം നടത്താൻ, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി പോരാടാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പക്ഷം തെരുവിലിറങ്ങുമെങ്കിൽ അത് 1990കളിലും 2000കളിലും ഈ 2025-ൽ ഇവിടെ പുറത്തിറങ്ങി മനുഷ്യർക്ക് വേണ്ടി പോരാടുന്നത് ഇടതുപക്ഷം മാത്രമാണെന്ന് തെളിയിക്കപ്പെട്ട കാലയളവിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇന്ന് ഈ ദിവസം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലും ഇന്ന് നവമാധ്യമങ്ങളിലും കണ്ട ഒരു വാർത്ത, രാമക്ഷേത്രത്തിന്റെ ശിലാന്യാസം പൂർത്തീകരിച്ചും അവിടെ ഒരു കാവി പതാക ഉയർത്താൻ ചിലർ സംഘടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. രാമക്ഷേത്രം എന്നൊരു ക്ഷേത്രം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് എത്ര വർഷമായി കാണും? രാമക്ഷേത്രത്തിൽ ശിലാന്യാസം നടത്തിയും അതിന്റെ തുടർച്ചയിൽ ധ്വജമുയർത്താൻ ഇന്നവിടെ എത്തിച്ചേർന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തോടൊപ്പം ആ പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുത്ത മറ്റൊരാൾ RSSന്റെ 6ാമത്തെ സർസംഘ് ചാലക്, ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന RSSന്റെ സർസംഘ് ചാലക് മോഹൻ ഭാഗവതാണ്. മറ്റൊരാൾ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. നോക്കൂ, മതനിരപേക്ഷ ഇന്ത്യയിൽ ഭരണഘടനയിൽ സുവ്യക്തമായി എഴുതപ്പെട്ട കൃത്യമായ കാഴ്ചപ്പാടുള്ള നമ്മുടെ ഈ മഹാരാജ്യത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി ഈ രാജ്യത്ത് ഒട്ടനവധി മനുഷ്യരെ വേട്ടയാടി കൊലപ്പെടുത്തി വർഗീയ കലാപങ്ങൾ സംഘടിപ്പിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് RSS സംഘടിപ്പിച്ച കലാപത്തിന്റെ ഭാഗമായി ലക്ഷോപലക്ഷം മനുഷ്യരെ വേട്ടയാടി 10,000-കണക്കിന് മനുഷ്യരുടെ ജീവഹാനിക്ക് വിധിയായ ബാബറി മസ്ജിദിന്റെ തകർച്ചയിൽ നിന്ന് തുടങ്ങി പിന്നീട് ഏറ്റവും അവസാനം അവിടെ ഉയർത്തിയ അമ്പലത്തിന്റെ പേരിൽ ഇന്ന് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ പദ്ധതിയുടെ അടയാളമാക്കി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടെ പതാക ഉയർത്തുന്നു. ചോദ്യം RSSനോടല്ല, ചോദ്യം കോൺഗ്രസിനോടാണ്. ചോദ്യം കൃത്യമായുള്ളത് കോൺഗ്രസിനോടാണ്. എന്തുകൊണ്ട്
ഈ പ്രവർത്തനം, ഈ പ്രവൃത്തി തെറ്റായിപ്പോയി എന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു തുണ്ട് കഷ്ടത്തിലെങ്കിലും എഴുതി പ്രസ്താവന ഇറക്കാൻ ഈ നിമിഷത്തിലും കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. ഇവിടെ കേരളത്തിൽ മഴ പെയ്താൽ പ്രസ്താവന ഇറക്കുന്ന ആളുടെ പേരാണ് കെ.സി. വേണുഗോപാൽ. വണ്ടൂരിൽ മഴ പെയ്താൽ കെ.സി. വേണുഗോപാൽ അവിടെ ഡൽഹിയിൽ മുണ്ടുവെക്കും. ആ കെ.സി. വേണുഗോപാൽ എവിടെ? ഈ ഇന്ത്യ മഹാരാജ്യത്ത് മതനിരപേക്ഷതയുടെ ഉയർന്ന മൂല്യം നിലനിൽക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി 10,000-കണക്കിന് മനുഷ്യരെ വേട്ടയാടിയ കലാപത്തിന് നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ പദ്ധതി, ആ രാഷ്ട്രീയ പദ്ധതി RSSന്റേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനെതിരെ പ്രതിഷേധിക്കാൻ കോൺഗ്രസ് ഉണ്ടോ? ഒരുപാട് വർഷം പുറകോട്ടൊന്നും വേണ്ട, ഇന്നത്തെ കാര്യമാണ് ചോദിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസങ്ങളിൽ ഞങ്ങളെ എന്തേ ക്ഷണിച്ചില്ല എന്ന കരച്ചിലായിരുന്നു ഈ നാട്ടിലെ കോൺഗ്രസുകാർ നടത്തിയത്. അല്ലാതെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന സർക്കാർ ഇങ്ങനെ ചെയ്തുകൂടാ എന്ന് പറയാൻ നാവ് ഉയർന്നില്ല. കാരണം എന്താണ്? സംഘപരിവാറിന് തീവ്ര ഹിന്ദുത്വമാണെങ്കിൽ കോൺഗ്രസിന് മൃദു ഹിന്ദുത്വമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനം സംഘടിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം വലിയ റാലികളും പരിപാടികളും സംഘടിപ്പിച്ചപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തുനിന്ന് ആ പരിപാടി കോഴിക്കോട് കടപ്പുറത്ത് ഒരു ദിവസം പേരിന് സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളും ഈ നാട്ടിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ അംഗീകരിക്കാൻ ഈ കേരളത്തിൽ പോലും വയനാട് ജില്ലയിൽ രാഹുൽ ഗാന്ധി വന്നിറങ്ങുന്ന ദിവസങ്ങളിൽ പോലും നിങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സഖ്യത്തിലാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നത്തെ UDF. ആ UDF ഇന്ന് ഈ രാജ്യത്തുണ്ടായ ഏറ്റവും സുപ്രധാനമായ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. CPM-CC കൃത്യമായി കാര്യങ്ങളിലേക്ക് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പെരുമാറിക്കൂടാത്ത ഭരണഘടനാ ലംഘനം നടത്തിയ പ്രവർത്തനമായി പോയി എന്ന അഭിപ്രായം പറഞ്ഞു. ശിലാന്യാസത്തിൽ പങ്കെടുത്തുകൂടാ. ഒരു വിശ്വാസ നൗകകളിൽ ചേക്കേറേണ്ട മനുഷ്യരല്ല നമ്മെ ഭരിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നമ്മളോട് പറയുന്നു, ഇന്ത്യ മതനിരപേക്ഷമാണ്. ഇന്ത്യയിലെ 138 കോടി ജനതയുടെയുമാണ് ഈ രാജ്യം. എല്ലാവരുടെയുമാണ് പ്രധാനമന്ത്രി, എല്ലാവരുടെയുമാണ് പ്രസിഡന്റ്. RSSന്റെ സർസംഘചാലക് എന്തു ചെയ്തതിനെ കുറിച്ചും നമുക്ക് പരാതിയില്ല. പക്ഷേ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അങ്ങനെ പ്രവർത്തിച്ചുകൂടാ. ആ അഭിപ്രായം പറയാൻ ഇന്ന് കോൺഗ്രസ് ഇല്ല. ബീഹാറിൽ 40 ലക്ഷം വോട്ടർമാരെ പുറത്തിരുത്തി വോട്ട് ചോരി എന്ന ആക്ഷേപം നടത്തി അവിടെ വെല്ലിൻവായിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണം പല തോതിൽ സംഘടിപ്പിച്ചു. പക്ഷേ പ്രചരണം സംഘടിപ്പിക്കേണ്ട ഘട്ടത്തിലോ യഥാർത്ഥ വിഷയങ്ങളിലേക്കോ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ബീഹാറിൽ നേതൃത്വം കൊടുത്തില്ലെന്ന് മാത്രമല്ല, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാടുന്ന CPI-ക്കെതിരെയും CPM-നെതിരെയും സൗഹൃദ മത്സരം സംഘടിപ്പിച്ചവരുടെ ഇന്നത്തെ പേരാണ് കോൺഗ്രസ്. വിവരദോഷികളായ കോൺഗ്രസുകാരോട് ഇനിയെങ്കിലും പറയാനുള്ളത്, മതനിരപേക്ഷത എന്നൊരു 500 തവണയെങ്കിലും ഇമ്പോസിഷൻ എഴുതി പഠിച്ചെങ്കിലും എന്താണ് മതനിരപേക്ഷത എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ കോൺഗ്രസുകാർ മനസ്സിലാവണം, പുറത്തേക്ക് വരണം. കൃത്യമായി വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും യുവജനങ്ങളെയും ഈ നാട്ടിലെ ജനങ്ങളെയും അഭിസംബോധന ചെയ്യണം. നിങ്ങളുടെ ആത്മാർത്ഥത തെളിയിക്കണം. CPI-ക്കെതിരെയും CPM-നെതിരെയും ബീഹാറിൽ പോയി മത്സരിച്ചാൽ സംഘപരിവാർ തോൽക്കുമോ? സംഘപരിവാറിനെ തോൽപ്പിക്കാൻ CPI-ക്കെതിരെയാണോ മത്സരം? എന്നിട്ട് പറഞ്ഞു സൗഹൃദ മത്സരമാണ്. സൗഹൃദ മത്സരമാണെന്ന് പറഞ്ഞത് മാത്രമല്ല, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റ ഉടനെ ഇവരുടെ നേതാവ് രാജ്യം വിട്ടു, ടൂറിന് പോയി. ഈ വയനാട് ജില്ലയിൽ ഈ കേരളവും ഈ കേരളത്തിലെ CPI-എമ്മും ഇല്ലെങ്കിൽ ഈ നാട്ടിലെ കോൺഗ്രസുകാർ ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചുകൊള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയും നിങ്ങൾ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ പാർലമെന്റ് കാണുമായിരുന്നില്ല. മതനിരപേക്ഷതയുടെ ഉറച്ച ബോധ്യമുള്ള ജനങ്ങളെ വാർത്തെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായി ഈ കേരളം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ കേരളത്തിൽ നിന്ന് കുറച്ച് വോട്ടുകളെങ്കിലും കിട്ടി അവിടെ കേറാൻ ഈ പറഞ്ഞ വിദ്വാൻമാർക്ക് കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ
ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, വർഗീയവൽക്കരിക്കപ്പെടുന്ന ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എന്ത് അഭിപ്രായ പ്രകടനമാണ് ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത്? എവിടെയാണ് കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്? കോൺഗ്രസ് എവിടെയാണ് ഇടപെട്ടിട്ടുള്ളത്? എത്രയെത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ചരിത്ര സന്ധികളിലാണ് ഇവർ ഇടപെട്ടിട്ടുള്ളത്? ഇന്ത്യയിലെമ്പാടും അത്തരത്തിലുള്ള ചരിത്രമല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? ഇത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മൾ വായിച്ചെടുക്കണം. നോക്കൂ, ഇന്ന് മതനിരപേക്ഷതയുടെ ഉറച്ച വക്താക്കളായി കോൺഗ്രസ് പലയിടത്തും അവതരിപ്പിക്കുകയാണ്, സ്വയം അവതരിക്കുകയാണ്. ഇന്ന് CPM-നെതിരെ കോൺഗ്രസും UDF-ലെ ലീഗ് ഉൾപ്പെടെയുള്ളവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം, ഒരു ഭാഗത്തു നിന്ന് സംഘപരിവാർ പറയും CPM ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു, മറുഭാഗത്തു നിന്ന് ലീഗും കോൺഗ്രസും പറയും CPM സംഘപരിവാറുമായി ഐക്യപ്പെടുന്നു എന്ന്. നോക്കൂ, മതം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആവട്ടെ, സംഘപരിവാർ ആവട്ടെ, ഇവർക്കൊന്നും ഇരു മതങ്ങളോടും യാതൊരുവിധ മമതയും സ്നേഹവും ഇല്ല. ഈ മണ്ണിൽ നിന്നാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഈ മണ്ണിൽ നമുക്കറിയാത്ത ചരിത്രമൊന്നുമല്ലല്ലോ. മലബാർ കലാപ കാലത്തിനു ശേഷം ബ്രിട്ടൻ ഈ മണ്ണിലും ഈ കേരളത്തിലും പള്ളി പണിയാനും ആരാധനക്കും, പൊതു ആരാധനക്കും ഇവിടെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. മലബാർ കലാപത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് AKG അല്ല. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു ആയിലത്ത് കുറ്റേരി ഗോപാലൻ. പക്ഷെ ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന മനുഷ്യന്റെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നായിരുന്നു. പക്ഷെ 1947 ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴും ഈ മലപ്പുറം തൊട്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് പള്ളി പണിയാനോ ആരാധന സംഘടിപ്പിക്കാനോ അനുവാദം ഉണ്ടായിരുന്നില്ല. ആ നിയമം അതുപോലെ നിലനിർത്തി കോൺഗ്രസ്. 1956 ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടു. 57 ഭൂമുഖത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയ മനുഷ്യന്റെ പേര് ഈ മലപ്പുറം ജില്ലക്കാരനായ ഏലംകുളത്തുമനയിൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആ മനുഷ്യൻ വരേണ്ടി വന്നു. പുലാമന്തോൾ പള്ളിയിൽ നിന്ന് ആരംഭിച്ചു. ഇപ്പോഴും പറയുന്നു, ആ പുലാമന്തോൾ പള്ളിയിൽ ചെന്ന് കയറിയാൽ നമുക്ക് കാണാം ആ പള്ളിക്ക് മറുപേരായിട്ടുള്ളത് EMS പള്ളി എന്നാണ്. ആ ബോധ്യമുള്ള നാടാണ് ഈ നാട്. അതൊരു ഭാഗത്ത് നിലനിൽക്കുന്നു. ഗുരുവായൂരിൽ ചെന്നാൽ നമുക്കവിടെ കാണാൻ കഴിയുക ഒരു RSSകാരന്റെയും പേരല്ല. ഗുരുവായൂരിൽ ചെന്നാൽ നമുക്കവിടെ കാണാൻ കഴിയുക ഒരു ഹിന്ദു മഹാസഭാ നേതാവിന്റെയും പേരല്ല. വൈക്കത്ത് അപ്പനെ കാണാൻ പോയാൽ നമുക്കവിടെ കാണാൻ കഴിയുക ഒരു RSSകാരന്റെയും പേരല്ല. ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയും ഗുരുവായൂരിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി പോരാടിയും അവിടെ അടിയേറ്റു വീണ മനുഷ്യരുടെ പേരിൽ ഇന്നും അവിടെ എഴുതി വെച്ചിരിക്കുന്നു AKG ഗേറ്റ് എന്ന്, ആയില്ലത്ത് കുറ്റേരി ഗോപാലൻ എന്ന്. ആ മനുഷ്യനാരാണ്? കമ്മ്യൂണിസ്റ്റാണ്. പുലാമന്തൂർ പള്ളിയിലും ഗുരുവായൂർ അമ്പലത്തിലും വൈക്കത്തെ ക്ഷേത്രത്തിലും മനുഷ്യർക്ക് വേണ്ടിയുള്ള ആരാധനാ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നത്. ഇത് ഈ നാട്ടിലെ ചരിത്രമാണ്. അപ്പോ മതത്തെ വിറ്റ് ഈ നാട്ടിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരോടും RSSകാരോടും പറയാനുള്ളത്, നിങ്ങളെ വിമർശിക്കുമ്പോൾ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയാണ് വിമർശിക്കുന്നത്. അത് മുസ്ലിം ജനവിഭാഗത്തെ മുഴുവൻ അങ്ങ് വിമർശിക്കുന്നതാണെന്ന് നിങ്ങൾ കരുതിയേക്കണ്ട. അങ്ങനെ നിങ്ങൾ പറഞ്ഞേക്കരുത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന കച്ചവടം മാത്രം നടത്താൻ ശീലിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ നാട്ടിൽ അഴിമതിയും ദുർനടപ്പും തെറ്റായ നയങ്ങളും ഒക്കെ സംഘടിപ്പിച്ചൊരു കോൺഗ്രസും അധികാരത്തിൽ വരാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി തൊട്ട് സകലമാന സംഘപരിവാറിന്റെ ഏത് വോട്ടുകളും പോലും വാങ്ങാനും തയ്യാറായി നിൽക്കുന്ന UDF മിഷണറിയും തിരിച്ചറിയേണ്ടത്, ഞങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ വിമർശനമാണ്. ഈ നാട്ടിൽ സംഘപരിവാർ വിരുദ്ധ സമരം ശക്തമായി നടത്തണമെന്നും ഒന്നാമത്തെ ശത്രു സംഘപരിവാറാണെന്ന കൃത്യധാരണ ഉണ്ടാകുമ്പോഴും ഈ നാട്ടിൽ മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വർഗീയത വളർത്തിയെടുക്കാൻ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ഈ നാട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തുന്ന തെറ്റായ നയങ്ങളെ ഞങ്ങൾ തുറന്നു കാണിക്കും. അപ്പോ ഇവർക്കാകെ പ്രശ്നമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ ഇവർക്കാകെ പ്രശ്നമാണ്. ഏറ്റവും അവസാനം
പാണക്കാട് തങ്ങളെ വിമർശിച്ചുകൂടാ എന്നൊരു പ്രസ്താവന ഇവർ ഇറക്കി. പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനല്ല. ഈ നാട്ടിലെ പാർട്ടികളിൽ ഒരു പാർട്ടിയാണ്, സുപ്രധാന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിന്റെ ഒന്നാമത്തെ നേതാവായിട്ടുള്ള പാണക്കാട് തങ്ങളും അതിന്റെ മറ്റു നേതാക്കന്മാരും സ്വാഭാവികമായും ജനാധിപത്യത്തിൽ വിമർശിക്കപ്പെടും. CPM-ന്റെ ഒരു നേതാവും വിമർശനത്തിന് അതീതനല്ലല്ലോ. DYFI-യുടെ ഒരു നേതാവും വിമർശനത്തിന് അതീതനല്ലല്ലോ. എന്തിനേറെ പറയുന്നു, CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ പോലും സ്ക്രൂട്ടിനി ചെയ്യുന്ന ഈ നാട്ടിൽ പാണക്കാട്ട് തങ്ങൾ വിമർശനത്തിന് അതീതനാണെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. സ്വാഭാവികമായും വിമർശനം ഉണ്ടാകും. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുകയും അത് അഭിപ്രായമായി രൂപീകരിച്ച് മനുഷ്യർക്കിടയിൽ വിഭജനം സാധിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും ചെയ്താൽ വർഗീയത പ്രവർത്തിക്കും. അത് തുറന്നെതിർക്കേണ്ടതായി വരും. മതനിരപേക്ഷ സമൂഹത്തിൽ മതനിരപേക്ഷ ബോധ്യമുള്ള മനുഷ്യരെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഉത്തരവാദിത്തമാണ്. അത് സ്വാഭാവികമായും ഭരണഘടനയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘം ഏറ്റെടുക്കും. ആ ഏറ്റെടുക്കൽ മാത്രമാണ് ഈ നാട്ടിൽ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ചെയ്യുന്നത്. അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. നോക്കൂ, ഏറ്റവും അവസാനം പാലത്തായി പീഡന കേസ് എന്നതാണല്ലോ വിഷയം. പാലത്തായിൽ നിന്ന്, ആ പ്രദേശം ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആളാണ് ഞാൻ. പാലത്തായി വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഈ നാട്ടിലെ ജമാഅത്ത് ഇസ്ലാമിക്കും ലീഗിനുമാണ്. ഈ നാട്ടിൽ അന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട RSSന്റെ ആ നേതാവിനെ ശിക്ഷിക്കരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് RSSനേക്കാളും കൂടുതൽ ലീഗാണ്. അതെന്തിനാ? അത് അയാളെ ശിക്ഷിക്കാതിരിക്കുന്നതോടുകൂടി CPM-ഉം RSS-ഉം തമ്മിൽ ഡീലാണെന്നും മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത തകർത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുസ്ലിം വിരുദ്ധമാണെന്നും മതന്യൂനപക്ഷ വിരുദ്ധമാണെന്നും ഒരു നറേറ്റീവ് കൊണ്ടുവരാനായിരുന്നു. എന്നാൽ ഈ കേരളത്തിലെ പോലീസ് ആ കേസ് കൃത്യമായി അന്വേഷിക്കുകയും ഈ RSSകാരനായ BJP-കാരനായ നേതാവ് കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ആ നറേറ്റീവിൽ നിന്ന് അവർ പുറകോട്ട് പോകേണ്ടി വന്നു എന്ന് മാത്രമല്ല, അവർ പറയുന്നത് ഇത് ഒത്തുകളി എന്ന് മാത്രമല്ല, ആ അഭിപ്രായത്തിൽ നിന്ന് ഞങ്ങൾ മാറുന്നില്ല, ആ അഭിപ്രായം ഞങ്ങൾ ഇപ്പോഴും പുലർത്തുന്നു. KK ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ അതേ നിലപാടുള്ളവരാണെന്ന് ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമി ആവർത്തിക്കുകയാണ്. പ്രതി ശിക്ഷിക്കപ്പെടരുത് എന്ന നിലപാടായിരുന്നു ഈ പറഞ്ഞ പ്രസ്തുത കക്ഷികൾക്ക്, ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയത്തിനുണ്ടായിരുന്നത്. അവിടെ യഥാർത്ഥത്തിൽ മതം ഉപയോഗിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആവശ്യം. ഇരയാക്കപ്പെട്ടവരും വേട്ടയാടിയവരും അവരുടെ രണ്ടുപേരുടെയും മതം ഉപയോഗിച്ച് ഇരു കക്ഷികളും സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കാനായിരുന്നു ശ്രമിച്ചത് സംഘപരിവാറും ഈ പറഞ്ഞ ലീഗും. അതിനെ തീർച്ചയായും ചെറുത്തു തോൽപ്പിക്കണമെന്ന ഉത്തരവാദിത്വം ഈ നാട്ടിലെ മതനിരപേക്ഷ കക്ഷികൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പാലത്തായി കുട്ടിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ കൺവീനർ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയാണ്, അല്ലാതെ ലീഗിന്റെയോ RSSന്റെയോ അല്ല, അല്ലെങ്കിൽ വേറേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിന്റെയോ കോൺഗ്രസിന്റെയോ അല്ല. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി, അവരുടെ നീതിക്ക് വേണ്ടി നിരന്തരമായി പോരാടിയിട്ടുള്ളത് ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അത് ചരിത്രമാണ്. ആ ചരിത്ര വസ്തുത നമ്മൾ തിരിച്ചറിയണം. നോക്കൂ, ഇന്ന് കേരളത്തിൽ പലരും ചർച്ചയാക്കപ്പെടാൻ, ഇന്ന് പലരും വിവാദത്തിൽ മുക്കിക്കൊണ്ട് കേരളത്തിൽ ചർച്ചയാക്കപ്പെടാൻ സമ്മതിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ കേരളത്തിന്റെ കഴിഞ്ഞ 10 വർഷത്തെ മാറ്റങ്ങളാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളം എങ്ങനെയൊക്കെ മാറി എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. എന്നാൽ പലപ്പോഴും കേരളത്തിൽ മതവിശ്വാസത്തെയും മതധ്രുവീകരണത്തെയും ഇത്തരം വിവാദമായ കാര്യങ്ങളെയും മാത്രം ചർച്ച ചെയ്യിച്ച് ജനജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ നാട്ടിലെ UDF-ഓ ലീഗോ തയ്യാറല്ല. മനുഷ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ അവർക്ക് ചർച്ച വേണ്ട. മറിച്ച് മതപരമായ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ച് അതിൽ സമൂഹത്തിനെ വന്നിറക്കി അതിൽ വിഷലിപ്തമായ രാഷ്ട്രീയം പുലർത്തി മനുഷ്യരെ വിഭജിക്കാനുള്ള രാഷ്ട്രീയ അജണ്ടക്കാണ് ഇന്ന് അവർ നേതൃത്വം കൊടുക്കുന്നത്. ഇത് സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടില്ലേ? ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കഴിഞ്ഞ 10 വർഷ ജീവിതത്തിലെ മാറ്റങ്ങൾ നമ്മൾ കാണാതിരുന്നിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ അനുഭവവേദ്യമായ സാഹചര്യങ്ങളെ നമുക്ക് പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ?
ഈ നാട്ടിലെ ലീഗും കോൺഗ്രസും ചർച്ച ചെയ്തില്ലെങ്കിലും മനുഷ്യരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് മനുഷ്യർക്ക് ബോധവാന്മാരാവാതിരിക്കാൻ കഴിയുമോ? കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അടുത്ത 50 വർഷങ്ങളിൽ സഞ്ചരിച്ചാലും ഉണ്ടാവാത്ത വിധത്തിലുള്ള മാറ്റങ്ങളാണ് 10 വർഷത്തിനുള്ളിൽ ഇടതുപക്ഷ സർക്കാർ ഈ നാട്ടിൽ നടപ്പിലാക്കിയത്. അത് മനുഷ്യരുടെ അനുഭവമാണ്. ആ അനുഭവത്തെ കീറിമുറിക്കാൻ ഇവർ ഉദ്ദേശിക്കുന്ന വിദ്വേഷം കൊണ്ട് കഴിയുമോ? ഇവരുടെ ഈ വിഭജനം കൊണ്ട് കഴിയുമോ? കഴിയില്ലെന്ന് മാത്രമല്ല, അവർ അമ്പേ പരാജയപ്പെടും. സംഘപരിവാറിനെ എതിർക്കണമെങ്കിൽ മതനിരപേക്ഷത ശക്തിപ്പെടുത്തണം. മതനിരപേക്ഷത ശക്തിപ്പെടുത്തണമെങ്കിൽ മതം ഉപയോഗിച്ച് മനുഷ്യരെ വേർതിരിക്കുന്ന ഈ തെറ്റായ നയസമീപനങ്ങൾ ഈ നാട്ടിൽ UDF-ലെ കോൺഗ്രസും ലീഗും അവസാനിപ്പിക്കണം. ഇത് അവസാനിപ്പിക്കാൻ അവർ തയ്യാറുണ്ടോ? ഇല്ല. ഇല്ല എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഉറപ്പിച്ചു പറഞ്ഞുതരാം. അടുത്ത 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും സകലമാന AICC-ന്റെ നേതാക്കന്മാരും വന്ന് മത്സരിക്കാൻ പോകുന്ന ഒരേ ഒരു സ്ഥലം കേരളമായിരിക്കും. വേറൊരു സ്ഥലമില്ല. ഇതാ മറ്റൊരാളുണ്ടല്ലോ, വിശ്വപൗരൻ. പേരെന്താ? വിശ്വപൗരൻ. ആരാ പേരിട്ടത്? അയാൾ തന്നെ അയാളെ വിളിക്കുന്നതാ. പണ്ടൊരു സിനിമയിലുണ്ടല്ലോ, എന്താ പേര്? വിമൽ കുമാർ. ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്നാണ് വിളിക്കാറ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ എന്നെ തന്നെ വിശ്വപൗരൻ എന്നാ വിളിക്കുന്നത്. എന്താ വിശ്വപൗരന്റെ ഏറ്റവും അവസാനത്തെ പ്രസ്താവന? നമ്മൾ കേൾക്കണല്ലോ. വിശ്വപൗരന്റെ ഏറ്റവും അവസാനത്തെ പ്രസ്താവന, നരേന്ദ്രമോദി ഇന്ത്യയെ നന്നായി നയിക്കുന്നു. നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാനും അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കാനും എനിക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആരെ പറയുന്നത്? ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹക സമിതിയിലെ പ്രധാനപ്പെട്ട ഒരു അംഗം, ആകെ 9 പേരെങ്ങാനും ഉള്ളതിൽ ഒരാൾ, ഇന്ത്യയിലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ കോർ കമ്മിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന ശശി തരൂർ എന്ന മനുഷ്യൻ ആരെ പുകഴ്ത്തുന്നു? സംഘപരിവാറിന്റെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ വർഗീയ ലഹളക്കും ഇന്ത്യയെ വിഭജിക്കാനും ഇന്ത്യയിൽ ലക്ഷോപലക്ഷം മനുഷ്യരെ വേട്ടയാടിയിട്ടുള്ള രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിന്റെ കുന്തമുനയായ നരേന്ദ്രമോദിയെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ. ഗോയങ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡി ഇന്ത്യയിൽ ഈ കാണുന്ന തോന്നിവാസങ്ങളും ഇന്ത്യയെ ഇങ്ങനെയാക്കിയത് കോൺഗ്രസ് ആണെന്ന പ്രസ്താവന നരേന്ദ്രമോദി നടത്തിയപ്പോൾ അതിന് കൈയടിച്ച മനുഷ്യന്റെ പേരാണ് ശശി തരൂർ. ആ ശശി തരൂരിനെതിരെ ഒരു നിലപാടെടുക്കാൻ ഈ പറഞ്ഞ കോൺഗ്രസിന് പറ്റുമോ? ശശി തരൂർ എങ്ങനെ MP ആയത്? തിരുവനന്തപുരത്തെ ലക്ഷോപലക്ഷം മതനിരപേക്ഷ വിശ്വാസികൾ വോട്ട് ചെയ്താണ്. മതനിരപേക്ഷതയുടെ ആണിക്കല്ലായ ഈ കേരളത്തിൽ മതനിരപേക്ഷതയുടെ പോരാളികളായ മനുഷ്യർ വോട്ട് ചെയ്താണ് ഈ ശശി തരൂർ ജയിച്ചത്. ആ മനുഷ്യരോടെങ്കിലും ഉത്തരവാദിത്തം കാണിക്കാൻ കോൺഗ്രസിന് ഉത്തരവാദിത്വമില്ലേ? ആ മനുഷ്യരോട് ഉത്തരവാദിത്തം കാണിക്കണ്ടേ? അതിന്റെ ഭാഗമായി ഇവർ ചോദിക്കണ്ടേ? ശശി തരൂരിനോട് ഒരു വിശദീകരണമെങ്കിലും കോൺഗ്രസ് ചോദിച്ചോ? കോൺഗ്രസ് ചോദിച്ചില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ആർജവം ഇന്ന് കോൺഗ്രസിന്റെ ഒരു സമിതിക്കുമില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് കാലത്ത് എത്ര വീടുകൾ പണിതു? പണിത വീടുകളുടെ എണ്ണം 3000 5 വർഷത്തിൽ. LDF സർക്കാരിന്റെ കാലത്ത് എത്ര വീടുകൾ പണിതു? VD സതീശന്റെ കണക്ക് മാത്രം എടുത്താൽ 4,72,364. 10 കൊല്ലാവുമ്പോൾ അത് 5 ലക്ഷം കഴിയും. UDF ഭരണകാലത്ത് ക്ഷേമ പെൻഷൻ എത്ര? 600 രൂപ 18 മാസം കുടിശ്ശിക. LDF സർക്കാർ അധികാരത്തിൽ വന്നു ഇപ്പോൾ എങ്ങനെയാണ്? 2000 രൂപ കുടിശ്ശികയുണ്ടോ? ഇല്ല. എത്ര PSC നിയമനങ്ങളാണ് ഉമ്മൻചാണ്ടി നടത്തിയത്? നിയമന നിരോധനം നിലനിന്നിരുന്ന കാലമായിരുന്നു 2006 തൊട്ട് 2011 വരെ. DYFI തെരുവിലായിരുന്നു. 25,000-ൽ താഴെയായിരുന്നു നിയമനങ്ങൾ. അത്ര പോലും വരില്ല. ഈ 10 വർഷത്തിനിടയിൽ 3,02,022 ഈ എത്ര നിയമനങ്ങൾ ശുപാർശ നൽകിയിരിക്കുന്നു ഈ LDF സർക്കാർ? കിഫ്ബി വഴി എത്ര വികസനങ്ങൾ, കിഫ്ബി വഴി എത്ര പോരാട്ടങ്ങൾ, എത്ര വികസനങ്ങൾ ഈ നാട്ടിൽ നടന്നു? എത്ര സർക്കാർ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു? എത്ര സർക്കാർ വിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയരുമ്പോഴും 1.5 ലക്ഷത്തിൽ കൂടുതൽ ക്ലാസ് റൂമുകൾ പടുത്തുയർത്തി നമ്മൾ ഈ കേരളത്തിൽ.
ഈ നാട്ടിൽ പണമുള്ളവനും ഇല്ലാത്തവനുമായിട്ടുള്ള മനുഷ്യരുടെ മക്കൾ ഇന്ന് പഠിക്കുന്നതെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകളിലാണ്. അത് ഇടതിന്റെ ബദലാണ്. പണമുള്ളവന് ഇന്ന നിലവാരം, പണമില്ലാത്തവന് ഇന്ന നിലവാരം എന്നുള്ളതല്ല. മറിച്ച് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങളെ ഞങ്ങളുടെ സർക്കാരുകൾ വരുമ്പോഴൊക്കെയും നടപ്പിലാക്കാനുള്ള ശ്രമമായിരിക്കും ഞങ്ങൾ നടപ്പിലാക്കുക. അതിന് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? നോക്കൂ, ഈ കേരളത്തിലെ വികസനത്തെ തടയാനായിരുന്നില്ലേ കോൺഗ്രസും ലീഗും ശ്രമിച്ചത്? ഗെയിൽ പൈപ്പ് ലൈൻ വരുമ്പോൾ ബോംബ് വരുന്നു എന്നായിരുന്നില്ലേ ഈ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അവർ പരിഭ്രാന്തി പടർത്തിയത്? ഗെയിൽ പൈപ്പ് ലൈൻ ഇന്ന് പൂർത്തീകരിച്ചില്ലേ? വീടുകളിലേക്ക് കടന്നു വരും ഗ്യാസ് കണക്ഷൻ. എന്ത് ബോംബാണ്? മണ്ണിനടിയിൽ ബോംബ് എന്നായിരുന്നില്ലേ പറഞ്ഞത്? ഈ നാട്ടിലെ ഏറ്റവും വലിയ പൊട്ടാത്ത ബോംബാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അവരാണ് ഈ നാട്ടിലെ മുഴുവൻ വികസനത്തിന്റെയും മുരടിപ്പുണ്ടാക്കിയത്. ഈ നാട്ടിലെ കോൺഗ്രസ് ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്നല്ലേ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്? 5 ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുമായിരുന്ന വീട്, ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ വീടിന്റെ പദ്ധതികൾ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവരെന്ത് ജനകീയ പാർട്ടിയാ? എന്ത് ജനക്ഷേമ പാർട്ടിയാ? അവർക്ക് ജനങ്ങളോട് എന്ത് സത്യസന്ധത? തൊഴിൽ നിയമനങ്ങളൊക്കെയും നിർത്തലാക്കി PSCയെ പൂട്ടിക്കെട്ടിയ നിയമന നിരോധത്തിന്റെ കാലമായിരുന്നു UDF. എന്നാൽ 3 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുത്തു ഈ കേരളത്തിൽ. എന്നാൽ മുഴുവൻ പേർക്കും PSC നിയമനം കൊടുക്കാൻ കഴിയില്ല. അത് സ്വാഭാവികമാണ്. അതിനു പകരം സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന പദ്ധതിയുമായി സർക്കാർ വന്നു. ഇന്ന് സ്റ്റാർട്ടപ്പുകളാണ്, അതിന് ലോണുകളാണ്. നിമിഷ നേരം തൊട്ട് ലോണുകൾ കൊടുക്കുന്ന നാടായി കേരളം മാറുകയാണ്, സർക്കാർ വക തന്നെ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന്റെ കുറച്ചു കാലങ്ങൾ, ഗതകാലങ്ങൾക്കിടയിലുള്ള സിനിമകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നത് കേരളത്തിൽ എപ്പോൾ നോക്കിയാലും സമരമാണ്. ഇവിടെ വാണിജ്യമോ വ്യവസായമോ നടക്കില്ല എന്നതായിരുന്നു വലതുപക്ഷത്തിന്റെ ആഖ്യാനം. എന്നാൽ എന്താ ഇന്ന് സ്ഥിതി? ഇന്ന് രാജ്യത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതാണ് കേരളം. ബിസിനസ് ചെയ്യാൻ ആർക്കും കടന്നു വരാൻ കഴിയുന്ന ഈ കേരളത്തിലെ ഒന്നാമത്തെ സ്ഥലത്തിന്റെ പേരാണ് കേരളം. വ്യാവസായിക രംഗത്തെ കുതിച്ചുചാട്ടം. IBM-ഉം ഇൻഫോസിസും നിസാനും ടെക്നോക്രാറ്റ്സുമായ മുഴുവൻ പേരും ഇന്ന് കൊഗ്നിസന്റ് ഉൾപ്പെടെയുള്ളവർക്ക് ക്യാമ്പസ് ഉള്ള ഇടമായി ഈ കേരളം മാറി. ഈ കേരളത്തിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കഴിഞ്ഞ 2-3 വർഷമായി ഒന്നാമതായി നിലനിൽക്കുന്നു കേരളം. ജീവിത നിലവാരത്തിൽ നാം എത്ര മെച്ചപ്പെട്ടു? ഏറ്റവും അവസാനം കഴിഞ്ഞ നവംബർ 1-ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. ഈ ഭൂമുഖത്ത് ആ പ്രഖ്യാപനം നടത്തിയ 2 മനുഷ്യരേ ഉള്ളൂ. ഒന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായ, ആ ഗവൺമെന്റിന്റെ പ്രസിഡന്റുമായ ഷീ ജിൻപിങ് എന്ന നേതാവാണെങ്കിൽ മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ സഖാവ് പിണറായി വിജയനാണ്. ഞങ്ങളുടെ നാട്ടിൽ പട്ടിണിയില്ലെന്ന് പ്രഖ്യാപിച്ച 2ാമത്തെ മനുഷ്യനാണ് സഖാവ് പിണറായി വിജയൻ. ആ മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് എന്താ ഇവർ പറഞ്ഞത്? പട്ടിണി എന്റെ നാട്ടിലുണ്ട് എന്ന് ഇവിടുത്തെ ഈ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ MLA അല്ലെ, പെരിന്തൽമണ്ണയിലെ MLA പോയിട്ട് പറഞ്ഞു എന്റെ നാട്ടിൽ പട്ടിണിയുണ്ട്. മാധ്യമങ്ങളെ മൊത്തം കൂട്ടിപ്പോയി. നജീബ് കാന്തപുരം അല്ലെ, മാധ്യമങ്ങളെ മൊത്തം കൂട്ടിപ്പോയി. അമ്പറ കിട്ടിയില്ല അടി. ചോദിക്കുമ്പോ എന്താ മനസ്സിലായിട്ടുള്ളത്? അങ്ങനെ ഒരു പ്രശ്നമേ ആ ജനങ്ങൾ ബാധിക്കുന്നില്ല. സ്വന്തം ജനങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാത്ത ഒരു MLA. അത് ഈ പെരിന്തൽമണ്ണ ഇത്തവണ തോക്കുമ്പോ അങ്ങ് തിരിഞ്ഞോളൂ എന്താ സംഭവിക്കുക. നോക്കൂ, ഇതല്ലേ ഈ കേരളത്തിന്റെ അനുഭവം? പട്ടിണിയില്ലാത്ത മനുഷ്യർ, ജീവിക്കാനുള്ള സാഹചര്യം. ഈ നിമിഷത്തിലും നമുക്ക് നമ്മുടെ കുട്ടികളെ അങ്കണവാടി, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോളേജുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലേ? മുഴുവൻ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ. ഈ രാജ്യത്തെ തന്നെ ഉന്നത നിലവാരം പുലർത്തുന്ന 4 യൂണിവേഴ്സിറ്റികൾ ഈ കേരളത്തിലാണ്. ആദ്യ 50 യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളുടെ 4 ഈ കേരളത്തിലാണ്. കേരള സർവകലാശാല, MG സർവകലാശാല, കുസാറ്റ്, കാലിക്കറ്റ്. എങ്ങനെ നേടി?
ഇതിനെ നേടുമ്പോഴും ഈ കേരളത്തിൽ സംഘപരിവാർ ഗവർണറിലൂടെയും അവർ നിയമിച്ച താൽക്കാലിക വിസിമാരിലൂടെയും താൽക്കാലിക വിസിമാർ നിയമിച്ച സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളിലൂടെയും ഈ കേരളത്തിന്റെ യൂണിവേഴ്സിറ്റിയുടെ നിലവാരം തകർക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെയും ഈ നാട്ടിലെ ഇടതുപക്ഷം പറഞ്ഞു, ഇതാ സംഘപരിവാർ അജണ്ടയുമായി കടന്നു വരുന്നു, പ്രതിരോധിക്കണം. ആ പ്രതിരോധത്തിന്റെ മുന്നിൽ ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും മാത്രമേ ഉണ്ടായുള്ളൂ. ഈ നാട്ടിൽ സംഘപരിവാറിനെ ചെറുക്കാനാണെങ്കിൽ എന്തേ MSF ആ സമരത്തിന് വന്നില്ല? എന്തേ യൂത്ത് കോൺഗ്രസ് സമരത്തിന് വന്നില്ല? എന്തേ KSU സമരത്തിന് വന്നില്ല? സംഘപരിവാറിനെതിരെ സമരമില്ലെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതല്ലേ? കാലിക്കറ്റ് VC കോഴിക്കോട് സർവകലാശാല, ഈ ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് കോഴിക്കോട് സർവകലാശാലയാ. ആ കോഴിക്കോട് സർവകലാശാലയുടെ VC രവീന്ദ്രൻ, ആ രവീന്ദ്രന് പൂർണ്ണ പിന്തുണ നൽകുന്നത് MSFും KSU. ആ രവീന്ദ്രനെ നിയമിച്ചതാരാ? RSS. അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? ഇപ്പൊ സംഘപരിവാറിനെ പിന്തുണച്ചാലും പ്രശ്നമില്ല, സംഘപരിവാർ വളർന്നാലും പ്രശ്നമില്ല, കേരളത്തിലെ CPM തകർന്നാൽ മതി, ഇടതുപക്ഷം ഇല്ലാതായി മതി എന്ന നിലപാടാണ് കോൺഗ്രസിനും ലീഗിനും. അങ്ങനൊരു നിലപാട് ഞങ്ങൾക്കില്ല. കോൺഗ്രസും ലീഗും തകരണമെന്നുള്ള നിലപാടൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾ ഈ നിലപാടങ്ങ് മാറ്റിയേക്കണം, നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് മാറ്റണം, നിങ്ങൾ ഈ വർഗീയത അവസാനിപ്പിക്കണം. അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. മതനിരപേക്ഷ കക്ഷികൾ എന്ന സ്വയം അവകാശപ്പെടുന്ന നിങ്ങൾ തകർന്ന് തരിപ്പകണമാണ് എന്നൊരു അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഈ നാട്ടിൽ സംഘപരിവാറിനെതിരെയുള്ള സമരത്തിന് ആത്മാർത്ഥമായി ഇടപെടാനുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ടാകണം. അതില്ലാത്തതിന്റെ ഒട്ടനവധി തെളിവുകളാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തവരായി സംഘപരിവാർ മാറുമ്പോഴും അവിടവിടങ്ങളിൽ കൊച്ചു പ്രതീക്ഷകളുടെ രൂപത്തിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും സമരതീക്ഷമായ പോരാട്ടങ്ങൾ ഇന്ത്യയിലെമ്പാടും സംഘപരിവാറിനെതിരെ ഞങ്ങൾ നടത്തുന്നത്. ഈ നാട്ടിൽ സംഘപരിവാറിന് യഥാർത്ഥ ശത്രുക്കള് ആര് എന്ന ചോദ്യത്തിന് അവർ ഒളിഞ്ഞും തെളിഞ്ഞും പല ഘട്ടങ്ങളിലും പ്രഖ്യാപിച്ചതും പ്രസ്താവിച്ചതുമാണ് ഇടതുപക്ഷം എന്നുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംഘപരിവാറിന്റെ മുക്കിന് താഴെയുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ഏറ്റവും വിജ്ഞാനപരമായുള്ളതും ബുദ്ധിജീവികൾക്കും കേന്ദ്രമായിരിക്കുന്ന JNU-SU, ആ JNU സർവകലാശാല പിടിച്ചെടുക്കാൻ കഴിഞ്ഞ 30 വർഷമായി പരീക്ഷണം നടത്തുന്ന സംഘമാണ് RSS. എന്തിനാണത് നടത്തുന്നത്? ഈ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ബുദ്ധിജീവികളായ ബുദ്ധികേന്ദ്രമായ സർവകലാശാലകളൊക്കെ ഞങ്ങളുടെ കൂടെയാണ് എന്ന് തെളിയിക്കാൻ. അവിടെ പോലും സംഘപരിവാർ വിരുദ്ധമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസോ ഈ പറഞ്ഞ സംഘടനകളോ തയ്യാറല്ല. പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിലെ ഈ വർത്തമാനകാല സാഹചര്യത്തിലെ അപകടകരമായ സംഘപരിവാർ രാഷ്ട്രീയത്തെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക? ഈ കേരളത്തിൽ CPM-ഉം DYFI-യും SFI-യും മാത്രം സംഘപരിവാറിനെ പ്രതിരോധിച്ചാൽ മതി എന്ന നിലപാടാണ് ഇവർക്കുള്ളത്. ഈ കേരളത്തിലെ സർവകലാശാലകളെയും ഈ കേരളത്തിലെ സർക്കാരിന് കൊടുക്കാനുള്ള പണവും ഈ കേരളത്തിന്റെ ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ നിങ്ങളും വരുമോ എന്ന ചോദ്യം ഈ കേരളത്തിലെ സർക്കാർ, ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസുകാരോട് ചോദിച്ചു. വന്നോ? ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ അവരെ ക്ഷണിച്ചു, വന്നോ? വന്നില്ലെന്ന് മാത്രമല്ല, ആ സമരത്തിൽ എവിടെയും അവർ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു അഭിപ്രായമേ അവർക്കില്ല. കേന്ദ്ര സർക്കാർ പണം കൊടുക്കണം, തടഞ്ഞു വെച്ചിരിക്കുന്ന 50,000 കോടി രൂപയിൽ പരം രൂപ ഈ കേരളത്തിന് നൽകണമെന്ന് ഇന്നേവരെക്കും അവർക്ക് അഭിപ്രായമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ വിഷയം? ഈ കേരളം മെച്ചപ്പെടണമെന്നല്ല, മുന്നോട്ട് വരണമെന്നല്ല, മറിച്ച് കേവല അധികാരം ലഭിക്കുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണല്ലോ. ഇപ്പൊ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അധികാര വികേന്ദ്രീകരണം എങ്ങനെയാ നടന്നത്? അതിന്റെ ചരിത്രം കൂടി നമ്മൾ അറിയണല്ലോ. EMS സർക്കാർ ഈ നാട്ടിലെ അവസാനത്തെ ജനങ്ങളിലേക്കും സർക്കാരിന്റെ സേവനമെത്തണമെങ്കിൽ താഴേക്കിടയിലുള്ള പഞ്ചായത്തുകളും ത്രിതല പഞ്ചായത്തുകൾക്കും കൂടുതൽ ഫണ്ടുകളും കൂടുതൽ അധികാരവും നൽകണമെന്നുള്ള പുതിയ നിയമം പാസാക്കി. അന്ന് കോൺഗ്രസ് എന്താ പറഞ്ഞെന്നറിയോ? അത് പറ്റില്ല, അങ്ങനെ വന്നാൽ ഞങ്ങളുടെ അധികാരം കുറയും, ഞങ്ങൾ MLA-മാരുടെ അധികാരം കുറയും, ഞങ്ങളുടെ ഇടപെടൽ കുറയും, ഞങ്ങളുടെ ഫണ്ട് കുറയും, അത് പറ്റില്ല എന്ന് പറഞ്ഞ് അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാരിനെ കൊണ്ട്
ഭരണഘടനാപരമായിട്ടുള്ള പരിച്ഛേദത്തിൽ മാറ്റം വരുത്തി, നിയമത്തിൽ മാറ്റം വരുത്തി ദുർബലപ്പെടുത്തുകയായിരുന്നു പഞ്ചായത്ത് സംവിധാനങ്ങൾ. പിന്നീട് വീണ്ടും അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരാണ് ജനകീയാസൂത്രണം വഴി 96-ൽ ജനകീയാസൂത്രണം വഴി ഈ കേരളത്തിൽ വീണ്ടും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും വികേന്ദ്രീകരിക്കപ്പെട്ട രാഷ്ട്രീയ അധികാരത്തിന്റെ സാഹചര്യങ്ങൾ ഒരുക്കിയത്. ഇതിനെക്കുറിച്ച് മറ്റൊരു അഭിപ്രായം ഈ നാട്ടിലെ കോൺഗ്രസിനുണ്ടോ? അപ്പൊ ജനങ്ങളിലേക്ക് അധികാരം എത്തിക്കാൻ, ജനങ്ങളിലേക്ക് സേവനങ്ങൾ എത്തിക്കാൻ ഒരു സർക്കാരിന് പ്രതിബദ്ധതയുണ്ട്. ഒരു മനുഷ്യൻ ജനിച്ചാൽ അയാളുടെ വസ്ത്രം, വെള്ളം, ആരോഗ്യം, പാർപ്പിടം, വിദ്യാഭ്യാസം, ഭക്ഷണം, അങ്ങനെ ഇതിലൊക്കെയും ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട്. അവരെ ഭരിക്കുന്ന, നയിക്കുന്ന സർക്കാരുകൾക്കുണ്ട്. ഇത് ഈ ലോകത്തെമ്പാടുമുള്ള സ്വാഭാവികമായ ഒരു അനുവർത്തനമായിരിക്കണം. പക്ഷേ വലതുപക്ഷം, മുതലാളിത്തം എവിടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഇതിൽ നിന്ന് അവർ സ്വാഭാവികമായും പിൻവാങ്ങി. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ നിന്ന്, ആരോഗ്യം കൊടുക്കുന്നതിൽ നിന്ന്, നൂതന സാങ്കേതിക വിദ്യയുടെ സേവനങ്ങൾ കൊടുക്കുന്നതിൽ നിന്ന്, സേവന മേഖലയിൽ നിന്ന് പൂർണ്ണമായും സർക്കാരുകൾ പിൻവാങ്ങി. അതെന്തിനാണ്? ആ മേഖലയിൽ കൂടുതൽ സ്വകാര്യവൽക്കരണം കൊണ്ടുവരാനാണ്, സ്വകാര്യ സേവനം കൊണ്ടുവരാനാണ്. ഈ നാട്ടിൽ സർക്കാർ സ്കൂളുകളില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എവിടെ പോയി പഠിക്കണം? സ്വകാര്യ സ്കൂളുകളിൽ പോയി പഠിക്കണം. സർക്കാർ ആശുപത്രികളില്ലെങ്കിൽ നമുക്ക് രോഗം വന്നാൽ നമ്മൾ എവിടെ പോകേണ്ടി വരും? സ്വകാര്യ ആശുപത്രിയിൽ പോകേണ്ടി വരും. ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള ചെലവാണോ ഉണ്ടാവുക? അല്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ തൊഴിലാളികൾ എന്തു ചെയ്യും? സ്വാഭാവികമായും നമ്മൾ ദുരിതക്കഴത്തിലാവും, നമ്മൾ ബുദ്ധിമുട്ടും, നമുക്ക് ജീവിത പ്രാരാബ്ദങ്ങൾ കൂടും. ഇത് രണ്ട് നയസമീപനങ്ങളാണ്. ഈ രണ്ട് നയസമീപനങ്ങളിൽ ജനങ്ങൾക്ക് അവരുടേതായ കേവലപരമായ ആവശ്യങ്ങളൊക്കെയും സർക്കാർ വക ലഭിക്കണം എന്ന നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളതെങ്കിൽ അതെല്ലാം സ്വകാര്യവൽക്കരിക്കണം എന്ന നിലപാടാണ് ഈ നാട്ടിലെ വലതുപക്ഷം, കോൺഗ്രസിന്, BJPക്ക്, RSSന് ഉള്ളത്. അതുകൊണ്ടാണ് അവർ അധികാരത്തിൽ വന്നാൽ സ്കൂളുകൾ പൂട്ടിക്കെട്ടുന്നത്, അതുകൊണ്ടാണ് റേഷൻ കിട്ടാത്തത്, അതുകൊണ്ടാണ് സ്കൂളുകൾ ഇടിഞ്ഞു വീഴുന്നത്, അതുകൊണ്ടാണ് അവർ അധികാരത്തിൽ വന്നാൽ ആശുപത്രികളിൽ ഡോക്ടർമാരില്ലാത്തത്, അതുകൊണ്ടാണ് അവർ അധികാരത്തിൽ വന്നാൽ അഴിമതികൾ ഏറെ നടക്കുന്നത്, വികസനങ്ങൾ തുലവും തുച്ഛമാകുന്നത്. കാരണം നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ആ നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോരാടേണ്ടത്. പക്ഷേ പലപ്പോഴായി ഈ നാട്ടിൽ നയങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾക്കിടയിലൊക്കെയും ഈ കോൺഗ്രസും സംഘപരിവാറും ഈ നാട്ടിലെ ഇടതുപക്ഷ മനുഷ്യരെ വെട്ടി വീഴ്ത്താൻ, അരിഞ്ഞു വീഴ്ത്താൻ, കൊലപ്പെടുത്താൻ പലപ്പോഴായി ഉരുമ്പിട്ടിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഈ പറഞ്ഞ 94-ലെ നവംബർ 25. ഈ നാട്ടിലെ സാധാരണക്കാർക്കായി നമ്മൾ നടത്തുന്ന പോരാട്ടങ്ങളൊക്കെയും ജനാധിപത്യപരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യത്തിന് വേണ്ടിയാണ്. നോക്കൂ, പരിയാരം മെഡിക്കൽ കോളേജ് ഇന്ന് ഗവൺമെന്റ് പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂർ എന്ന ബോർഡോടുകൂടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. റോഷനും ബാബുവും ശിവലാലും രാജീവനും മധുവും പുഷ്പനും മരിച്ചു വീണതുകൊണ്ടാണ്. ആ പോരാട്ടം നടത്താൻ നമ്മൾ ബാക്കിയുള്ളത് കൊണ്ടാണ്. നമ്മളില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും MP രാഘവന്റെയും കരുണാകരന്റെയും സ്വത്തായി അത് മാറി ഇന്ന് പത്മജയും മുരളീധരനും തമ്മിലുള്ള അടിയായി അത് മാറിയേനെ. കാരണം എന്താ? ഇവർ രണ്ടാളും ഇപ്പൊ രണ്ട് പാർട്ടിയിലാണല്ലോ. അച്ഛന്റെ സ്വത്ത് രണ്ടാക്കുണ്ടല്ലോ. പരിയാരം മെഡിക്കൽ കോളേജിന്റെ വീതം വെപ്പ് ഇപ്പൊ നടത്തിയേനെ. നോക്കൂ, എങ്ങനെയാണ് കോടാനുകോടിയായിട്ടുള്ള ഒരു പൊതു സ്വത്തിനെ വ്യക്തികൾക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പരിയാരം. അതിൽ നിന്ന് നമ്മൾ തിരികെ പിടിച്ച് ഇന്ന് നമ്മൾ നടത്തിയിരിക്കുന്നു ജനകീയമായ ബദൽ. ഈ ജനകീയമായ ബദലാണ് സർവതന്ത്ര മേഖലയിലും നമ്മൾ നടത്തുന്നത്. ആ മേഖലയിലൊക്കെയും നടപ്പിലാക്കി നമ്മൾ ജനങ്ങളെ കാണാൻ ഈ വരുന്ന ദിവസങ്ങളിൽ പോവുകയാണ്. ഡിസംബർ 11 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പെൻഷൻ അവരുടെ കൈകളിലേക്ക് എത്തിച്ച വീട്ടമ്മമാർക്ക്, വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ഈ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക്, 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന, ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും തൊഴിൽ നേടുന്നത് വരെ 40 വയസ്സ് വരെ വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിൽ നേടുന്നത് വരെ അവരുടെ കൈകളിലേക്ക് 1000 രൂപ കൊടുക്കുന്ന ഈ കേരളത്തിലെ മുഴുവൻ മേഖലയിലും, അത് റോഡാകട്ടെ, അത് തോടാകട്ടെ, അത് നമ്മുടെ പാർപ്പിടമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ആരോഗ്യമാകട്ടെ, സർവ മേഖലയിലും മാറ്റങ്ങൾ സൃഷ്ടിച്ച കഴിഞ്ഞ 10 വർഷത്തെ വികസനമാണ്
നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്.